ഒരു ചർച്ച്, ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി നമ്മൾ കണ്ടു, 1-ാം നൂറ്റാണ്ടിലെ സഭ ഭൂരിഭാഗം വിഷയങ്ങളിലും ഒരു മോഡൽ ചർച്ച ആയിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചത് സഭ വർഷിപ്പിംഗ് ചർച്ച ആയിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്ന സഭ ആയിരിക്കണം. 3 വാക്കുകൾ ആരാധനയ്ക്ക് വേണ്ടി പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ കണ്ടു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതും നമ്മൾ അതുമായി ചേർത്ത് പഠിക്കുവാനിടയായി. ഇന്ന് ഒരു ചെറിയ വിഷയം നിങ്ങളുമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സഭയ്ക്കുണ്ടായിരിക്കേണ്ട 3-ാമത്തെ പ്രത്യേകത, ടീച്ച് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം പഠിപ്പിക്കുന്ന സഭ ആയിരിക്കണം. അതിനെ തിരിച്ചിരിച്ചാൽ പഠിക്കുന്ന സഭയായിരിക്കണം. ദൈവവചനം പഠിക്കുന്ന സഭ ആയിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഈ ദൈവവചനത്തെ സ്നേഹിക്കുവാനും വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാനും നമുക്ക് ഇടം കൊടുക്കുവാനായിട്ട് കഴിയണം. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൈവവചനം അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത്? നമ്മെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കെടാത്ത ബീജമായ ദൈവവചനത്താലാണെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. വചനത്താലാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവം വചനം ഉപയോഗിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി തനിക്ക് കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാതെ മുൻനിർത്തേണ്ടതിന് എന്ന് താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ വചനത്താൽ ശുദ്ധീകരണം നടക്കുന്നു. നോക്കൂ, വചനത്താൽ വീണ്ടും ജനനം നടക്കുന്നു, വചനത്താൽ ശുദ്ധീകരണം നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ ഉൾനട്ടതായ വചനം എന്ന പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വചനത്താൽ നമുക്ക് വളർച്ചയുണ്ടാകുന്നു, ആത്മീയ വളർച്ച ഉണ്ടാകുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദൈവവചനം സഭയ്ക്ക് അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. വചന ശുശ്രൂഷ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പലരുടെയും ശ്രദ്ധയും ഏകാഗ്രതയും ദൈവവചന ചിന്തയിൽ നിന്ന് മാറി മറ്റു പലതിലേക്കും തിരിയുന്നത് പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി മാറുന്നു, സഭയുടെയും അഭിവൃദ്ധിക്ക് തടസ്സമായി മാറുന്നു. ഹല്ലേലൂയ. ദൈവവചനം പഠിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ 4 ഗ്രീക്ക് പദങ്ങളാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ 4 ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 4 ഗ്രീക്ക് പദങ്ങളിലൂടെ എങ്ങനെയാണ് ദൈവവചനം അറിയിക്കേണ്ടത്, സഭ പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ആശയം, ഹൗ ദ ചർച്ച് ഷുഡ് സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് ഓർ ഹൗ ഷുഡ് വി ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ചർച്ച് എന്നുള്ള ഒരു ആശയം മനസ്സിലാക്കാനായിട്ട് ഈ 4 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന 4 വാക്കുകൾ നമുക്ക് പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ വാക്ക് കെരിഗ്മ എന്ന വാക്കാണ്. KERYGMA എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്ന വാക്കാണ്. കെരിഗ്മ എന്ന പദമാണ് ഒന്നാമതായി ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് കെരിഗ്മ? കെരിഗ്മ എന്ന വാക്കിന്റെ അർത്ഥം അനൗൺസ്മെന്റ് എന്നാണ്. പ്രഘോഷിക്കുക, വിളംബരം ചെയ്യുക എന്നുള്ളതാണ് കെരിഗ്മ എന്ന വാക്കിന്റെ അർത്ഥം. സഭയിലും ദൈവവചനം പഠിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു മാർഗം എന്താണ്? ഒന്നാമത്തെ രീതി എന്താണ്? കെരിഗ്മയാണ്, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ആണ്, വിളംബരമാണ്. വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ കാലത്ത് വിളംബരം എന്ന് പറയുന്നത് രാജാവിന്റെ സന്ദേശം ആണ് അറിയിക്കുന്നതിനാണ് വിളംബരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടെയാണ് ആ ശുശ്രൂഷ ചെയ്യുന്നവരും ആ ശുശ്രൂഷ കേൾക്കുന്നവർക്കും ഉണ്ടായിരിക്കേണ്ട ചിന്ത ഇതാണ്. ശുശ്രൂഷ ചെയ്യുന്നവർ തിരിച്ചറിയണം, ഞാൻ അറിയിക്കുന്നത് രാജാവിന്റെ സന്ദേശമാണ്, രാജാവിന്റെ ആലോചനയാണ്, രാജാവിന്റെ കൽപ്പനയാണ് ഞാൻ വിളംബരം ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റോയൽ മെസ്സേജ്, ഇറ്റ് ഈസ് റോയൽ കമാൻഡ്മെന്റ് ദാറ്റ് ഐ ആം അനൗൺസിങ് എന്നുള്ള ചിന്ത പ്രസംഗിക്കുന്നവർക്കും ഉണ്ടാകണം, കേൾക്കുന്നവർക്കും ഉണ്ടാകണം. പ്രപഞ്ചത്തിന്റെ രാജാവായ ദൈവത്തിന്റെ സന്ദേശമാണ് ഞങ്ങളോട് ഈ അറിയിക്കുന്നത് എന്ന ചിന്ത കേൾക്കുന്നവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന പദം കെരിഗ്മ എന്നുള്ളതാണ്. ആ സന്ദേശത്തെ എങ്ങനെ അറിയിക്കണമെന്നും ഏത് രീതിയിൽ അതിനെ ഏറ്റെടുക്കണമെന്നും അതിലൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു. രണ്ടാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഡിഡാക്കെ എന്ന പദമാണ്. ഡിഡാക്കെ എന്ന പദമാണ്, DIDACHE എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്ന വിധത്തിലുള്ള പദമാണ്, ഗ്രീക്ക് പദമാണ് ഡിഡാക്കെ എന്ന പദം. ഡിഡാക്കെ എന്ന പദത്തിന്റെ അർത്ഥം ടീച്ചിങ് എന്നാണ്. ടീച്ചിങ്,
ഉപദേശിക്കുക, പഠിപ്പിക്കുക എന്നാണ് ഡിഡാക്കെ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായും അതിൽ ഉദ്ദേശിക്കുന്നത് ഡോക്ട്രിൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാന പ്രമാണങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കുക. ടീച്ച് ദ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്. ഡോഗ്മാറ്റിക് ആയിട്ടുള്ള സന്ദേശം കൈമാറണം. എന്തുകൊണ്ടാണ് ഡോഗ്മ അല്ലെങ്കിൽ ഡോക്ട്രിൻ, ഉപദേശം അത്രയും പ്രാധാന്യം അർഹിക്കുന്നത്? അടിസ്ഥാന ഉപദേശം തെറ്റിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ അടിസ്ഥാന ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ദൈവസഭ അടിസ്ഥാന പ്രമാണങ്ങളിൽ അടിയുറച്ചു വളരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സഭയിൽ ഉപദേശം പഠിപ്പിക്കണം. നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം, സ്നാനം, വീണ്ടെടുപ്പ്, രക്ഷ, ദത്തെടുപ്പ്, ഇതെല്ലാം അടിസ്ഥാന ഉപദേശങ്ങളിലുള്ളതാണ്. ഈ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ത് ചെയ്യണം? സഭയിൽ പഠിപ്പിക്കണം, ജനത്തെ പഠിപ്പിക്കണം, പഠിപ്പിക്കാൻ പ്രാപ്തരാക്കുകയും വേണം. ഹല്ലേലൂയ. ഞാനിത് പല പ്രാവശ്യം കേട്ടതാണ് എന്ന് പറഞ്ഞ ഒരാൾക്ക് തൃപ്തനായിരിക്കാൻ പറ്റത്തില്ല. നാളെ നിങ്ങൾക്ക് ഇതൊരാളോട് പറയാൻ നിങ്ങൾ പ്രാപ്തരാണോ? അത്രമേൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് വീണ്ടും കേട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് അതിന്റെ തത്വം എന്ന് പറയുന്നത്. ആർ യു equipped enough to share the same message to someone in future or tomorrow? Sometimes it shall be your neighbor or someone who God brings to you. ആരെങ്കിലും ദൈവം നിങ്ങളെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരാളിനോട് ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ തക്ക വിധത്തിൽ നിങ്ങൾ അതിൽ എക്വിപ്ഡ് ആയോ, ഫ്ലുവൻ്റ് ആയോ എന്നുള്ളതാണ് ഉപദേശത്തിലെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പലർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും അടിസ്ഥാന ഉപദേശം അറിയത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദുരുപദേശങ്ങൾ വരുമ്പോൾ അതിൽ പെട്ടുപോകുന്നു. ഫോൾസ് ഡോക്ട്രിൻസിൽ, ഹെരസിയിൽ പലരും പെട്ടുപോകാനായിട്ട് കാരണം എന്താണ്? ഫണ്ടമെന്റൽ ഡോക്ട്രിൻസിനെ കുറിച്ച് അവർക്ക് അറിവില്ല. അവർക്കത് കേൾക്കാനും ഇഷ്ടമില്ല. അവർക്ക് കർമ്മരസപ്രദമായ കാര്യങ്ങളും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള വിഷയങ്ങളും മാത്രമാണ് കേൾക്കാനായിട്ട് പലരും താല്പര്യപ്പെടുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡോക്ട്രിൻസ് കേട്ട് പഠിച്ച് അതിൽ നിശ്ചയം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഉപദേശ പിശകുണ്ടാകാതെയും ഉപദേശ പിശകുള്ളവർ അടുത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നമ്മുടെ അടിസ്ഥാന പ്രമാണത്തിൽ നിലനിൽക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ ഉൾപ്പെടെ 1-ാം നൂറ്റാണ്ടിൽ ചെയ്തിരുന്ന ശുശ്രൂഷയിൽ ആ പ്രസംഗത്തിൽ ഒരു പ്രധാന ഭാഗം എന്തായിരുന്നു? ഉപദേശങ്ങൾ പ്രസംഗിക്കുമായിരുന്നു. അവർ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചത് ഒരു ഉപദേശമാണ്. ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്നവര് പഴയ നിയമം ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. അത് ഉപദേശ രീതി, പ്രസംഗത്തിന്റെ ഉപദേശ രീതിയെ കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പോൾ രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ ഡിഡാക്കെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻലി അത് ഉദ്ദേശിക്കുന്നത് ടീച്ചിങ് ആണ്. അതിന്റെ അർത്ഥം ടീച്ചിങ് ആണ്. മെയിൻലി ഉദ്ദേശിക്കുന്നത് ഡോക്ട്രിൻസ്, ഉപദേശങ്ങൾ. ഡോഗ്മാറ്റിക് ആയിട്ടുള്ള പ്രസംഗത്തിനാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പാരാക്ലീസിസ്, എക്സോർട്ട്. പാരാക്ലീസിസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. പാരാക്ലീസിസ്, PARAKLESIS, പാരാക്ലീസിസ് എന്ന പദമാണ് മൂന്നാമതായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എക്സോർട്ട് ചെയ്യുക, കംഫർട്ട് ചെയ്യുക, ഹെൽപ്പ് ടു ലേൺ ആൻഡ് ഗ്രോ എന്നീ ആശയങ്ങളാണ് അതിനകത്ത് ഉള്ളത്. പ്രബോധിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, പഠിക്കാനും വളരാനും സഹായിക്കുക, ഇതെല്ലാം പാരാക്ലീസിസിന് അകത്ത് വരുന്നതാണ്. നമുക്കറിയാം പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന കാര്യസ്ഥൻ എന്ന പേരിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം പാരാക്ലീറ്റോസ് എന്ന പദമാണ്. ആശ്വാസപ്രദൻ എന്നർത്ഥം വരുന്ന, ഉപദേശകൻ എന്നർത്ഥം പറയാൻ കഴിയുന്ന ഒരു പദമാണ്. അതുപോലെ മധ്യസ്ഥൻ, അഡ്വക്കേറ്റ് എന്ന് അർത്ഥം വരുന്ന, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുള്ള ഒരു പദമാണ് പാരാക്ലീറ്റോസ്. നമ്മളത് കേട്ടിട്ടുണ്ട്. അപ്പോ പാരാക്ലീസോസ് അല്ലെങ്കിൽ പാരാക്ലീസിസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എക്സോർട്ട് ചെയ്യുക, പ്രബോധിപ്പിക്കുക. എന്താണ് പ്രബോധിപ്പിക്കേണ്ടത്? ആശ്വാസത്തിന് വേണ്ടി പ്രബോധിപ്പിക്കുക, എൻകറേജ് ചെയ്യാനായിട്ട് പ്രബോധിപ്പിക്കുക, തളർന്നിരിക്കുന്നവരെ ധൈര്യപ്പെടുത്താനായിട്ട് പ്രബോധിപ്പിക്കുക, വളരാനായിട്ട് അവരെ ധൈര്യപ്പെടുത്തുക. എൻകറേജ് ദം ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ഇതെല്ലാം പാരാക്ലീസിസിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ മൂന്നാമതായി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം പാരാക്ലീസിസ് എന്ന പദമാണ്. നാലാമതായി ഉപയോഗിച്ചിരിക്കുന്നത് ഹൊമിലിയ എന്ന പദമാണ്. ഹൊമിലിയ, HOMILIA, ഹൊമിലിയ എന്ന പദമാണ് നാലാമതായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ഹൊമിലിറ്റിക്സ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഹൊമിലിയ, അതിന്റെ അർത്ഥം പ്രീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രീച്ചിങ് എന്ന് പറയുന്നത് 4 മെത്തേഡ്സിൽ ഒരു മെത്തേഡ് മാത്രമാണ് പ്രീച്ചിങ് എന്ന് പറയുന്നത്.
എന്തൊക്കെയാണ് മറ്റു 3 മെത്തേഡ്സ്? ഒന്ന് കെരിഗ്മ അഥവാ അനൗൺസ്മെന്റ്, വിളംബരം ചെയ്യുക. 2 ഡിഡാക്കെ അഥവാ ഡോക്ട്രിൻസ് പഠിപ്പിക്കുക, ടീച്ച് ദ ഡോക്ട്രിൻസ്. 3 എന്താണ്? പാരക്ലീസിസ്. അതിന്റെ അർത്ഥം എന്താണ്? എക്സോർട്ട് ചെയ്യുക, കംഫർട്ട് ചെയ്യുക, ഹെൽപ്പ് ടു ലേൺ ആൻഡ് ഗ്രോ. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ് 4മത് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഹൊമിലിയ അല്ലെങ്കിൽ പ്രീച്ച് ചെയ്യുക, പ്രസംഗിക്കുക എന്ന പദം. ഈ പ്രസംഗിക്കുക എന്നതിനകത്ത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഐദർ ഓൺ എ തീം ഓർ എ സ്ക്രിപ്ചർ, ഒരു തിരുവഴുത്തിനെ ആസ്പദമാക്കിയോ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിയോ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നതിനാണ് പ്രസംഗിക്കുക, ദൈവവചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ മീൻ ഡെലിവർ ദ മെസ്സേജ് ഓൺ എ തീം ഓർ ഓൺ എ സ്ക്രിപ്ചർ. ഒരു ദൈവവചന ഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു പാസേജിനെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിക്കുന്നതിനെയാണ് ഈ ഹൊമിലിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം ഒരു വിഷയമാണ്, പരിശുദ്ധാത്മാവ് ഒരു വിഷയമാണ്, രക്ഷ ഒരു വിഷയമാണ്. ഇനി അതുപോലുള്ള നിരവധി വിഷയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ ഒരു സ്ക്രിപ്ചർ എടുക്കുന്നു. ഏത് സ്ക്രിപ്ചർ എടുക്കുന്നു? മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 18-20. അതെടുത്തിട്ട് അവിടെ നിന്ന് യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിച്ച് അറിയിക്കുന്നു, പഠിപ്പിക്കുന്നു. അത് ഒരു വേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെർമൺ ആണ്. പിന്നെ പാസേജ് ബേസ്ഡ് സെർമൺസ് തന്നെ പല വിധത്തിലുണ്ട്. പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള സെർമൺസ് ഉണ്ട്. ഒരു പാസേജ് എടുക്കുന്നു, യേശു പറഞ്ഞ ഒരു ഉപമ എടുക്കുന്നു, അതിൽ നിന്ന് പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ സെർമൺസ് ഉണ്ട്. അബ്രഹാമിന്റെ ജീവചരിത്രം എടുക്കുന്നു, അതിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഇങ്ങനെയുള്ള വിവിധ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെർമൺസ് ഉണ്ട്. ഇതെല്ലാം ഒരു തീമിനെ ബേസ് ചെയ്തോ ഒരു സ്ക്രിപ്ചറിനെ ബേസ് ചെയ്തോ സംസാരിക്കുന്നതിനെയാണ് ഹൊമിലിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വിധത്തിൽ 4 വിധത്തിലുള്ള ദൈവവചന പഠിപ്പിക്കലുകളാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭ എങ്ങനെയായിരിക്കണം? A church should be a church where the word of God is teaching. ദൈവവചനം പഠിപ്പിക്കുന്ന ഇടമായിരിക്കണം ഒരു സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവകൃപയാൽ നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനാ സമയം ഉൾപ്പെടെ ഉള്ള സന്ദർഭങ്ങളിലും അല്പസമയം നമ്മൾ ദൈവവചനം വായിക്കാനോ പഠിക്കാനോ ചിന്തിക്കാനോ ഒക്കെ ആയിട്ട് വേർതിരിക്കുന്ന നമുക്കൊരു അനുഗ്രഹമാണ്. അതിന്റെ വിലയെ തിരിച്ചറിയാനായിട്ട് നാം കേൾക്കുന്ന ഈ അനൗൺസ്മെന്റ് ഇത് റോയൽ അനൗൺസ്മെന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഹൃദയംഗമായി സ്വീകരിച്ച് സ്പിരിച്വലായി ഗ്രോ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് നിർത്തുന്നു. ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു സഭയായി നമ്മുടെ സഭ ദൈവസന്നിധിയിൽ വളരട്ടെ. കർത്താവ് അതിനായി നമ്മെ സഹായിക്കും.